ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം ദൈവത്തോട് ചേർന്നിരുന്നിട്ടും ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും സഹനങ്ങളും വേദനകളും നമ്മെ വിടാതെ പിന്തുടരുമ്പോൾ നാം സാധാരണയായി ചോദിക്കുന്നൊരു ചോദ്യമാണ്: എന്തുകൊണ്ട് പ്രാർത്ഥിക്കാത്തവർക്ക് സഹനങ്ങളില്ല? എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം ഒരുപാട് സഹനങ്ങളും വേദനകളും നൽകുന്നു? യേശുവിൽ പ്രിയ സഹോദരരെ, നമ്മുടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് യേശുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് നൽകുന്നത്. യേശുനാഥൻ പറയുന്നു, എൻ്റെ ശാഖകളിൽ ഫലം നൽകാത്തതിനെ പിതാവ് വെട്ടി നീക്കുന്നു, എന്നാൽ ഫലം പുറപ്പെടുവിക്കുന്നതിനെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. നാം ദൈവത്തോട് ചേർന്നിരിക്കുന്നത് കൊണ്ടാണ്, ദൈവം നമ്മോട് കൂടെ ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് നാം വെട്ടിയൊരുക്കപ്പെടുന്നത് എന്ന സത്യമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119:71 നാം വായിക്കുന്നു: ദുരിതങ്ങൾ എനിക്ക് വിനയായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: സ്വർണ്ണമഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു, സഹനത്തിന്റെ തീച്ചൂളയിൽ ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യരും. ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സഹനങ്ങളും വേദനകളുമെല്ലാം നാം ദൈവത്തോട് കൂടിയായിരിക്കുന്നതിൻ്റെ, ദൈവം നമ്മോട് കൂടിയായിരിക്കുന്നതിൻ്റെ അടയാളമാണ് എന്ന സത്യം. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തോട് ചേർന്നിരുന്നവർക്കെല്ലാം ഈ ഒരു സഹനത്തിലൂടെ, വേദനയിലൂടെ കടന്നു പോകേണ്ടി വന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം തിരഞ്ഞെടുത്ത മോശ സംഖ്യയുടെ പുസ്തകം 11:15 പറയുന്നത്: കർത്താവ് ഇപ്രകാരമാണ് അങ്ങനോട് വർത്തിക്കുന്നതെങ്കിൽ കൃപ തോന്നി അങ്ങ് നിന്നെ കൊന്നുകളയണമേ എന്നാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഏലിയ പ്രവാചകൻ കർത്താവിനോട് പറയുന്നത്: മതി കർത്താവേ, ഇനി എൻ്റെ പ്രാണൻ എടുത്തുകൊള്ളുക. ജോബിന്റെ പുസ്തകം 13-ാം അധ്യായം 15-ാം വാക്യത്തിൽ ജോബ് പറയുന്നു: പ്രത്യാശയറ്റ എന്നെ ദൈവം വധിച്ചാൽ തന്നെ എന്ത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 88-ാം അധ്യായം 14-ാം വാക്യത്തിൽ ദാവീദ് രാജാവ് പറയുന്നു: കർത്താവ് എങ്ങനെ തിരസ്കരിച്ചത് എന്തുകൊണ്ട്, എന്നിൽ നിന്നും മുഖം മറച്ചത് എന്തുകൊണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ യേശുനാഥൻ ശിഷ്യന്മാരോട് പറയുന്നത്: സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക എന്നാണ്. ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നാം ദൈവത്തിൽ നിന്ന് അകന്നത് കൊണ്ടല്ല, മറിച്ച് നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ്, ദൈവം നമ്മോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് എന്ന സത്യമാണ്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1:12 നാം വായിക്കുന്നത്: സഹനങ്ങളെ ക്ഷമയോടെ നേരിടുവിൻ, സഹനങ്ങളെ നേരിട്ട് കഴിയുമ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ കിരീടം നിങ്ങളെ അണിയിക്കുമെന്ന്. അതിനാൽ പ്രിയ സഹോദരരെ, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ നാം ദൈവത്തോട് കോപിക്കുകയല്ല, ദൈവത്തെ വെറുക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് സഹനങ്ങളും വേദനകളും ആത്മാർത്ഥമായി സ്വീകരിക്കുമ്പോഴാണ് ഓരോ സഹനങ്ങളും വേദനകളും അർത്ഥപൂർണമാകുന്നത് എന്ന സത്യം നാം തിരിച്ചറിയണം. 1 പത്രോസ് 5:10 നാം വായിക്കുന്നു: അല്പകാലത്തെ സഹനത്തിന് ശേഷം അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും സ്ഥിരീകരിക്കുകയും പൂർണ്ണരാക്കുകയും ചെയ്യും. ദൈവം ഒരിക്കലും നമുക്ക് സഹിക്കുവാൻ കഴിയാത്ത സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകുകയില്ല. കാരണം നാം സഹിക്കുമ്പോൾ ദൈവവും നമ്മോടുകൂടെ സഹിക്കുന്നു എന്നൊരു ബോധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ ദൈവത്തെ തിരസ്കരിക്കാതെ ദൈവത്തോടു കൂടെ ചേർന്ന് സഹിക്കുമ്പോഴാണ് എല്ലാ സഹനവും അർത്ഥപൂർണമാകുന്നത്, എല്ലാ സഹനവും സ്വർഗീയമാകുന്നത് എന്ന ബോധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. 1 പത്രോസ് 5:7 നാം വായിക്കുന്നു: നിങ്ങളുടെ ആകുലതകൾ കർത്താവിനെ അറിയിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മുടെ സഹനങ്ങളും വേദനകളും സ്വീകരിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്നിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും വചനം വായിക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും ആത്മാർത്ഥമായി പരിശ്രമിക്കുക. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്നുകൊണ്ട് ഒരു രഹസ്യം ജപമാല ചൊല്ലി കാഴ്ചവെക്കുക. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ച് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.